സലീം കുമാറിൻ്റെ മകൻ കിടന്ന് ഷൗട്ടീന് കണ്ട നിങ്ങൾ. ഈ ഒരു ദിവസം തന്നെ വേണം മോനേത്. നിൻ്റെ അച്ഛൻ വലിയൊരു മഹാനാണ്. മഹാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അവാർഡ് മേടിച്ച, കേരള ജനതയെ പൊട്ടിച്ചിരിപ്പിച്ച അതുല്യ കലാകാരനാണ്. ആ കലാകാരൻ്റെ മുഖം അവസാനമായി ഒന്ന് കാണാനോ അല്ലെങ്കിൽ ക്യാമറയിൽ പകർത്താനോ ആയിരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛൻ്റെ ഒരു വലിയൊരു ഉണ്ടാക്കിയെടുത്ത ഒരു പേരാണെന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് അച്ഛൻ മരിച്ചോടത്തേക്ക് ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ കിടന്ന് അലറേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ ആ ചെതയിലേക്ക് വയ്ക്കാനുള്ളതാണ്. പിന്നെ ഈ ഭൗതിക ശരീരം നമുക്ക് കാണാൻ പറ്റുമോ? സിനിമയിലല്ലേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സമചിത്തത്തോടെ പെരുമാറണം മക്കളെ. നീ ഇങ്ങനെ കിടന്ന് അലറിക്കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ എത്ര ആൾക്കാർ നിന്നെ വളരെ മോശമായിട്ട് കാണും. പിന്നെ നിനക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ സിനിമയൊക്കെ ഓരോരുത്തരൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. നീ മുളച്ച് വരുന്ന ഒരു പൈതലാണ്. ഓരോരുത്തരും നിനക്ക് അച്ഛൻ്റെ യാതൊരു കഴിവ് നിനക്ക് കിട്ടിയിട്ടില്ല. ആ കണ്ണും ആ സംസാരം ആ ശരീരഘടനയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അഭിനയത്തിൻ്റെ 7 അയലക്കത്ത് നിനക്ക് വരില്ല. ആൾക്കാർ വായൽ ചിലപ്പോൾ ചൂടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സൗണ്ട് വരില്ലേ, അതേപോലെ മൂപ്പര സംസാരം. അപ്പോൾ ഒന്ന് വളർന്നു വന്ന് എന്നിട്ടൊക്കെ പോരെ ജനങ്ങളുടെ മെക്കെട്ടിക്ക് കയറണത്. ഇത്രയും വലിയ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചു. എത്ര ആൾക്കാരവിടെ വന്നു എന്നറിയാം. എത്ര 1000 ആൾക്കാരവിടെ വന്നു. എത്ര 1000 ആൾക്കാർ ഫോട്ടോ എടുത്തു, എത്ര ആൾക്കാർ ഷൂട്ട് ചെയ്തു, ഏതെല്ലാം മീഡിയകൾ വന്നു. അവിടെ വല്ല പ്രശ്നങ്ങളുണ്ടായില്ലല്ലോ. എത്ര സെലിബ്രിറ്റികൾ മരിച്ചു. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നമ്മളിങ്ങനെ സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ചെയ്യുന്നവരും ഫേസ്ബുക്ക് ഇടാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോയ്ക്ക് എടുക്കും. അതിന്നൊരു ദിവസമാണ്. അതിന് നമ്മൾ ഒരിക്കലും ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. പിന്നെ കുറ്റം പറയാൻ തുടങ്ങിയാൽ എല്ലാത്തിനും കുറ്റം പറയാനേ സമയം ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വന്ന് ഈ ക്യാമറയിൽ എടുക്കാനോ ഫോട്ടോയിൽ എടുക്കാനോ ഒന്നും ഒരു മനുഷ്യൻ കുഞ്ഞുണ്ടാവില്ല. ഒരു പട്ടിക്കുഞ്ഞും പോലും ആ ഭാഗത്തുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. സലീം കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുല്യ നടനാണ്. അദ്ദേഹത്തിൻ്റെ ഈ മരണ ദിവസം തന്നെ നീ ഇങ്ങനെ കിടന്ന് അട്ടഹസിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവിടെ പോലീസുണ്ട്, വേറെ എത്രയോ ആൾക്കാർ ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള അവകാശമുള്ളവരും അധികാരമുള്ളവരുണ്ട്. അവരൊന്നും കാണാണ്ട് നീ അങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് അലറിക്കഴിഞ്ഞാൽ വളരെ വളരെ മോശം. എന്തായാലും ആ പയ്യൻ പറഞ്ഞതൊന്നും നമുക്ക് കേട്ടില്ലേ? സലീം കുമാറിൻ്റെ മകൻ എന്നുള്ള നിലയിൽ നമുക്ക് നിന്നെ ഇഷ്ടമാണ്. ഒരു നടൻ എന്നുള്ള നിലയിൽ നിന്നെ നമുക്ക് ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ നീ അതിനുള്ള കഴിവ് തെളിയിച്ചിട്ടില്ല. അതിന് നമ്മളിപ്പോൾ കണ്ട പടങ്ങളിലൊന്നും നിനക്ക് യാതൊരു മാർക്കും നമുക്ക് തരാനില്ല. പക്ഷേ നീ മാർക്ക് മേടിച്ചിരിക്കുന്നു. അച്ഛൻ മരിച്ച ദിവസം തന്നെ നീ മാർക്ക് മേടിച്ചിരിക്കുന്നു. നീ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇന്ന് നിറഞ്ഞു നിൽക്കും. ഇന്ന് മാത്രമല്ല, ഈ ആഴ്ച മുഴുവൻ നീ നിറഞ്ഞു നിൽക്കും. അതിനുള്ള കത്തികൾ നീ കത്തിച്ചിട്ടുണ്ട്. പിന്നെ 2 അഭിപ്രായം പറയുന്നവരുണ്ടാവാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വന്ന് തിക്കും തിരക്കും കൂട്ടി ക്യാമറ എടുക്കരുത്, അത് വളരെ മോശമാണ്, അവർ ബന്ധുക്കൾക്ക് ഒരുപാട് വിഷമമെന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ ഇത് പറയുന്ന ആൾക്കാർ ആദ്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ സ്വത്താണത്. ജനങ്ങളാണ് നിങ്ങളെ നടന്മാരാക്കിയതും ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ സിനിമ കണ്ടിട്ട് എന്നിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കോടികൾ സമ്പാദിച്ചതും നിങ്ങൾ കോടികൾ വിലയുള്ള വില്ലകളിൽ കിടക്കുമ്പോഴും കോടികൾ വിലയുള്ള കാറിൽ സഞ്ചരിക്കുമ്പോഴും ഞങ്ങളെപ്പോലെയുള്ള പട്ടിണി പാവങ്ങളുടെ കീശയിൽ നിന്ന് വരുന്ന ഓരോ രൂപയും ആണ് നിങ്ങളെ ഈ ഉയരത്തിലെത്തിച്ചത്. അത് നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അതിനുള്ള ഒരു മര്യാദയെങ്കിലും അതിനുള്ള ഒരു നിങ്ങൾ അവസാനമായിട്ട് നിങ്ങൾ ചെതയിലേക്ക് പോകുമ്പോൾ ആ അവസാന മുഖം കാണാനായിട്ട് ആൾക്കാർ ഒന്ന് തിക്കും തിരക്കും കൂട്ടിയാൽ അതിൽ ഒരു തെറ്റല്ല. അത് നിൻ്റെ അച്ഛന് കിട്ടുന്ന ഒരു ബഹുമാനമായിട്ട് കണക്കാക്കുക. നമുക്കിതിനെപ്പറ്റി ഇത്രേ പറയാനുള്ളൂ. കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ബാക്കിയൊക്കെ ഇനി സോഷ്യൽ മീഡിയ പറയട്ടെ.